ശ്രീ റെജി ലൂക്കോസ് കൂടി ചേരുന്നുണ്ട്. റെജി ലൂക്കോസ്, ഇവിടെ ഈ പ്രശ്നങ്ങൾ, ഇപ്പൊ ആലപ്പുഴയിലെ പ്രശ്നങ്ങൾ ഏത് കാലം തുടങ്ങിയതാണ്? ഏതൊക്കെ തരത്തിൽ അത് അവസാനിപ്പിക്കാനും ഒന്ന് മയത്തിലാക്കാനും ഒക്കെ പാർട്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ ഉള്ളത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ജി സുധാകരൻ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത്. അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത് പോലെയാണ് സജി ചെറിയാന്റെ ഇന്നലത്തെ പ്രതികരണം വരുന്നത്. ഇതെങ്ങനെ പാർട്ടിക്ക് വലിയ തലവേദന ഉണ്ടാക്കുന്ന വിഷയമാണ്, പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയത്ത് എങ്ങനെ പരിഹരിക്കുമെന്നാണ്? അല്ല, ഇവിടെ ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ജി സുധാകരൻ സാറിനെ മോശമായ രീതിയിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല. സുധാകരൻ സാറി കഴിഞ്ഞ ഏതാണ്ട് 1.5 വർഷമായിട്ട് പലപ്പോഴും പാർട്ടിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായി. എന്നിട്ടും സംസ്ഥാന തലത്തിൽ പാർട്ടി അദ്ദേഹത്തിനെതിരെ ഒരു വാക്ക് സംസാരിക്കുകയോ കേട്ടില്ല. അല്ല, എന്തുകൊണ്ട് സംസ്ഥാന നേതൃത്വം അതിൽ ഇടപെടുന്നില്ല? അല്ല, അത് അദ്ദേഹത്തിനോട് കൊടുത്തൊരു ബഹുമാനമാണ്. ഇടപെടേണ്ട സാഹചര്യത്തിൽ പിന്നെ EMS-നെതിരെയും പി പിണറായിനും PS അച്യുതാനന്ദനെതിരെ നടപടി സ്വീകരിച്ചിട്ടുള്ള പാർട്ടി നടപടി സ്വീകരിക്കുന്നതിനൊന്നും ഒരു മടിയില്ല. പക്ഷെ സുധാകരൻ സാർ എന്ന് പറഞ്ഞൊരു വ്യക്തിയോട് പിന്നെ ഉള്ള ആദരവ് പാർട്ടി അണികളും കേരളത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായിട്ട് അദ്ദേഹത്തിനോട് ആദരവുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷെ അദ്ദേഹം 2 തവണ KPC സംഘടിപ്പിച്ച യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് ഗവൺമെന്റിനെ പാർട്ടിയെ വിമർശിച്ചു. ഇന്ന് അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ അങ്ങനെ ആദരവുള്ള പാർട്ടിയിലെ തന്നെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ജി സുധാകരൻ പറയുന്ന, അല്ലെങ്കിൽ അദ്ദേഹം പോയിന്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ അത് പാർട്ടി കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഒരു പ്രാദേശിക നേതാവിനെ കുറിച്ച്, ജനപ്രതിനിധിയെ കുറിച്ച് ജി സുധാകരൻ പറയുന്ന കാര്യങ്ങളുണ്ട്. ആലപ്പുഴയിലെ വിഭാഗീയതയിൽ ജി സുധാകരനുള്ള അഭിപ്രായങ്ങളുണ്ട്. പാർട്ടിക്കകത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, എന്തൊക്കെ അംഗീകരിക്കാം, എന്തൊക്കെ അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്നതിനെ കുറിച്ച് ജി സുധാകരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇത് പരിഗണിക്കേണ്ടതല്ലേ? അത്രയ്ക്ക് ബഹുമാനം കൊടുക്കുന്ന ഒരു നേതാവാണ് ജി സുധാകരനെങ്കിൽ. ഇല്ല, അതൊക്കെ ചർച്ച ചെയ്ത് പരിഗണിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളുള്ള പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യ മാർക്സിസ്റ്റ്. അതിനകത്ത് യാതൊരു തർക്കവുമില്ല. അതിപ്പോ സുധാകരൻ നല്ല ആരായാലും പാർട്ടി അതിൻ്റെതായ രീതിയിൽ കാണും. അത് ഒരുപക്ഷെ അത് പരസ്യമായി പറയേണ്ട കാര്യമില്ല. പാർട്ടി ഒരുപക്ഷെ വ്യക്തിപരമായിട്ട് തന്നെ പലർക്കും പിന്നെ പാർട്ടിയുടെ അണികളിൽ പലർക്കും കൊടുക്കുന്ന നിർദ്ദേശങ്ങളൊക്കെ പാർട്ടിയുമായി എല്ലാം ഒന്നും പരസ്യപ്പെടുത്താറൊന്നുമില്ല. ഇവിടെ അതല്ല വിഷയം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം എന്ന് പറയുന്നത്, സുധാകരൻ സാർ കഴിഞ്ഞ തവണ മത്സരിക്കാൻ സീറ്റ് കിട്ടിയില്ല. അത് അദ്ദേഹത്തിന് മാത്രമല്ല, അത് 2 പൂർത്തിയാക്കാൻ ഡോക്ടർ തോമസ് ഐസക്കിന് കൊടുത്തില്ല. അങ്ങനെ 22 MLA-മാർക്ക് മത്സരിക്കാൻ സാഹചര്യം ഉണ്ടായില്ല. 75 വയസ്സ് കഴിഞ്ഞ് ഒരേ പാർട്ടിയുടെ മേൽക്കടകളിൽ നിന്ന് താഴോട്ട് മാറ്റും, അവരുടെ പ്രവർത്തനത്തിനുള്ള ആദരവ് പുലർത്തിക്കൊണ്ട് തന്നെ. ആ 2 കാര്യങ്ങളിൽ അദ്ദേഹത്തിനും അത് വഹിക്കേണ്ടി വന്നു. അതിനകത്ത് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അത്രയും ചില മാനസിക വിഷമങ്ങൾ അദ്ദേഹത്തിന് ഉള്ളതായിട്ട് തോന്നുന്നു. അതിന് എന്നിട്ട് പോലും അദ്ദേഹം പേരെടുത്ത് പറയുന്നവർ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ആവർത്തിച്ച് പറയുന്നത് സജി ചെറിയാന്റെ ആ ബൈറ്റ് ഞാൻ ആ പ്രശ്നം കേട്ട ഒരാളാണ്. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് ഒരിക്കലും ഇദ്ദേഹത്തിനെ മോശമായിട്ട് ചിത്രീകരിച്ചു വാക്കുകൾ വന്നില്ല. സുധാകരൻ സാറിനെ വിളിക്കാറുള്ളൂ, അതുപോലെ തന്നെ പാർട്ടിയുടെ പിന്നെ ജില്ലാ സെക്രട്ടറി ആലപ്പുഴ, ഇവരൊന്നും അദ്ദേഹത്തിനോട് ഒരു മോശമായി സംസാരിക്കുക. പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഞാൻ